ബന്ദിപ്പൂർ വനപാതയിൽ രാത്രിയാത്രയ്ക്ക് വിലക്ക് വീണത് നമ്മൾ പിന്നിലേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കുറേ വർഷമായി 2009-ലാണ്. നിലവിൽ വിലക്കുള്ളത് 19 കിലോമീറ്റർ ദൂരത്തിലാണ്. രാത്രി 9 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ നിരോധനം. ദീപക് മലയമ്മ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. രാത്രിയാത്രാ നിരോധനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ദീപക് മലയമ്മ തുടർച്ചയായി കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇതിനൊരു പരിഹാരമാകുന്നില്ല എന്ന് മാത്രമല്ല, പരസ്പരം സംസാരിച്ചു തീർക്കാൻ പോലും, ഈ ഒരു പ്രശ്നത്തിൽ ഒരു സമവായത്തിലെത്താൻ പോലും വിവിധ സമയങ്ങളിൽ സർക്കാരുകൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയല്ലേ നമ്മുടെ നിലവിലുള്ളത്. ഇത് എത്രത്തോളം ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്? സുജയ, 27 ജൂലൈ 2009 എന്നുള്ളതാണ് വയനാടിനെ സംബന്ധിച്ച കറുത്ത ദിനം എന്ന് പറയേണ്ടി വരും. രാത്രിയാത്രാ നിരോധനം വരുന്നു. ചാമരാജ ഡെപ്യൂട്ടി കമ്മീഷണർ അത്തരത്തിൽ ബന്ദിപ്പൂർ വനമേഖല കടന്നുകൊണ്ട് യാത്ര നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിലക്ക് ഏർപ്പെടുത്തി ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്യുന്നു. അന്ന് മുതലാണ് ഈ രാത്രി 9 മണി മുതൽ പുലർച്ചെ 6 വരെയുള്ള രാത്രിയാത്രാ നിരോധനം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ 2010 കേരളത്തിലേക്ക് ആവശ്യം വന്നതിന് പിന്നാലെ ഒന്ന് നീക്കി നൽകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 2010 തന്നെ കർണാടക ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആ ഉത്തരവ് നിലനിൽക്കും എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പല വിധത്തിലുള്ള സമരങ്ങൾ, അത് നിരാഹാര സമരമടക്കം നമ്മൾ കണ്ടതാണ്. ബത്തേരി എന്ന് പറയുന്ന വയനാടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വാണിജ്യ കേന്ദ്രത്തെ പൂർണ്ണമായും തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളൊക്കെ പാളിപ്പോയി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ ഒരു വിഷയത്തിൽ പോലും ഇടപെടൽ നടത്താൻ കഴിയാതെ പോയി എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. ഇപ്പോഴും പറയുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ അത് അത്ര കണ്ട് എളുപ്പമല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാടിനെ സംബന്ധിച്ച് ഈ മൈസൂരിലേക്ക്, ബംഗളൂരിലേക്കൊക്കെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റുന്ന ഒരു ഗോൾഡൻ വേ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതായിരുന്നു ഈ ബന്ദിപ്പൂർ വഴിയുള്ള യാത്ര എന്നുള്ളതാണ്. മുത്തങ്ങ കടന്ന് പോകുന്നത്, അങ്ങനെ വരുമ്പോൾ ചരക്ക് ഗതാഗതം ഉൾപ്പെടെ ഏറെ എളുപ്പത്തിൽ സാധ്യമാക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമാകാതെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ പറയുന്നത് ഗോണിക്കുപ്പ വഴി കടന്നു പോകുകയാണെങ്കിൽ അതിന് റോഡ് ഏറ്റവും നല്ല രീതിയിൽ നന്നാക്കിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, കേവലം 50 കിലോമീറ്റർ ദൂരം വേണം സഞ്ചരിച്ചാൽ മാത്രമായിരിക്കും ഗോണിക്കുപ്പ വഴി നമുക്ക് ബംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ മൈസൂരിലേക്കോ പോകാൻ കഴിയുക. പക്ഷേ 25 കിലോമീറ്ററോളം മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മുത്തങ്ങ വഴി കടന്നു പോകാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് സാധ്യമാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതിനുള്ള കാരണമായി പറയുന്നത് മൃഗങ്ങളെയൊക്കെ വാഹനങ്ങൾ ഇടിച്ചു കൊല്ലുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും 8 പ്രത്യേക അനുമതിയുള്ള KSRTC, കർണാടക RTCയുടെയും കേരളത്തിലെ RTCയുടെയും ബസ്സുകൾ രാത്രി അതുവഴി കടന്നു പോകുന്നുണ്ട്. അവരൊക്കെ ശ്രദ്ധിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു അടിയന്തര സാഹചര്യത്തിൽ പോലും വയനാട്ടുകാർക്ക് എളുപ്പത്തിൽ ഒന്ന് മൈസൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബംഗളൂരു ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ ഈ പാത വഴി സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. വാണിജ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ബത്തേരി 24 മണിക്കൂർ എന്നുള്ള നിലയിൽ ലൈവായി നിൽക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതിൻ്റെ ആ ഒരു പ്രതാപ കാലഘട്ടം പൂർണ്ണമായും മങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വാണിജ്യവും വ്യാവസായികവുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന ഒരിടം എന്നുള്ള നിലയ്ക്ക് തന്നെ പോകാവുന്ന പ്രദേശമാണ് ഈ മൈസൂരും ബംഗളൂരുവും ഒക്കെ. അവിടേക്ക് പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞു പോകേണ്ട സ്ഥിതിവിശേഷം വരികയും ചെയ്തിട്ടുണ്ട്. അത് വയനാട്ടിലെ ആകെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയർന്നത്. അതിന് മുകൾ തട്ടിലൂടെ ഒരു എലിവേറ്റഡ് ഹൈവേ ഒക്കെ സാധ്യമാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു. അതിനുവേണ്ടിയുള്ള തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷേ അതും പിന്നീട് സാധ്യമാകാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സാധ്യമാകും, ഇത് തുറന്നു കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഉത്തരവ് കൂടി വന്നതോടുകൂടി അതിന്റെ സാധ്യതകളെല്ലാം പൂർണ്ണമായും അടയുന്നു എന്ന തരത്തിലേക്ക് പോകും.